തീവ്രവാദവും ഭീകരവാദവും വിഘടനവാദവും അങ്ങനെ പലതുമായി സമാധാനം ലോകത്ത് എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കശ്മീരിലെ പഹൽഗാം താഴ്വരയിൽ 26 പേരുടെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ട് തീവ്രവാദത്തിൻ്റെ പുതിയൊരു ചരിത്രം കൂടെ രചിക്കപ്പെട്ടിരിക്കുകയാണ്. മതത്തിൻ്റെയും ഭാഷയുടെയും വംശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞാണ് തീവ്രവാദങ്ങളും അതിനെ തുടർന്നുള്ള അക്രമങ്ങളും ലോകത്ത് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും മതത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിനോ അതുമായി ബന്ധമുണ്ടാകണം എന്നുമില്ല. കശ്മീർ താഴ്വരയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പുതിയ സംഭവം മതം ചോദിച്ചു, മതം മനസ്സിലാക്കിയിട്ട് വെടിയുതിർത്തു എന്നാണ്. മുസ്ലിംകളാണ് ആ കർമ്മം ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. അവർ മുസ്ലിംകളാണോ, മറ്റു മതക്കാരാണോ, അവർ ഇന്ത്യക്കാർ തന്നെയാണോ, മറ്റേതെങ്കിലും രാജ്യക്കാരാണോ, അവരുടെ താല്പര്യം എന്താണ് എന്നതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പോകുന്നതേയുള്ളൂ. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡിലെ മസ്ജിദിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെടിയുതിർത്ത് 50-ലേറെ ആളുകളെ കൊല ചെയ്തത് ഒരേ ഒരു മനുഷ്യനായിരുന്നു. മെഷീൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് തുരുതുരാ വെടിവെക്കുകയായിരുന്നു. അത് മുസ്ലിങ്ങളെയാണ് അവിടെ കൊന്നുവീഴ്ത്തിയത്, മുസ്ലിം ആരാധനാലയത്തിലാണ്. അതുപോലെ ഹൈന്ദവ ദേവാലയങ്ങളിൽ, അവരുടെ ഉത്സവത്തിൻ്റെ ഇടങ്ങളിൽ, ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഇവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും നിരവധി മനുഷ്യർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. മരിക്കുന്നവരെല്ലാം നിരപരാധികളാണ്. അവരിത്തരം എന്തെങ്കിലും വിഷയത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഈ ആശയക്കാർ ഉയർത്തുന്ന എന്തെങ്കിലും വാദങ്ങൾക്ക് എതിർനിൽക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരാവുകയില്ല. തികച്ചും നിരപരാധികളായ നിഷ്കളങ്കരായ മനുഷ്യർ അത്യുഷ്ണകാലത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് പറയപ്പെടുന്ന കശ്മീരിൻ്റെ താഴ്വരകളിൽ പഹൽഗാമിലെ ഉരുളങ്കല്ലുകളിലൂടെ പരന്നൊഴുകുന്ന ആ വേനൽക്കാലത്തെ ഐസുരുകിയ വെള്ളത്തിൻ്റെ കളകളാരവം കേട്ട് മനസ്സൊന്ന് തണുപ്പിക്കാൻ പോയിട്ടുള്ള മനുഷ്യരാണ് സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ വെച്ച് വെടികൊണ്ട് മരിക്കുന്നത്. പ്രാർത്ഥനാലയങ്ങളിൽ ചെന്ന് എല്ലാം മറന്ന് ദൈവപ്രീതിക്ക് വേണ്ടി മനസ്സ് തുറന്നു വെച്ച് ധ്യാനത്തിൽ മുഴുകിയവരാണ് ബോംബാക്രമണത്തിലും മറ്റും മരിക്കുന്നത്. അജ്മീർ പോലുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിലുണ്ടായ ബോംബാക്രമണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മണിപ്പൂരിലും ബോഡോലാൻഡിലും നടക്കുന്ന കലാപങ്ങൾ അത് ക്രിസ്തീയ മതത്തിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഈ മതങ്ങൾക്കൊന്നും ഈ തീവ്രവാദവുമായി ബന്ധം ഇല്ല. ഏതെങ്കിലും മതം പറഞ്ഞതിൻ്റെ പേരിലല്ല. അവരുടെ ഭൗതിക താല്പര്യങ്ങൾ, ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തുമാകാം, അതിന് മറയാക്കുന്നത് മതങ്ങളെയാണ് എന്നത് വലിയ ഒരു പ്രശ്നമാണ്. മതങ്ങൾ ഇവിടെ ശാന്തിയും സമാധാനവും പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. വിഘടന വർഗീയവാദങ്ങളുടെ പേരിൽ, തീവ്രവാദത്തിൻ്റെ പേരിൽ അതിലേക്ക് ക്ഷണിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. അതിൻ്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരും നമ്മിൽപ്പെട്ടവരല്ല.
അതിൻ്റെ പേരിൽ മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം പീസ് എന്നർത്ഥമുള്ള, സമാധാനം എന്നർത്ഥമുള്ള മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പേരിലും ലോകത്ത് പല ഭാഗത്തും വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അതിസുന്ദരമായ നാമങ്ങളെടുത്ത് സംഘടനകൾക്ക് കൊടുത്തുകൊണ്ട് നല്ലതിനുപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളെ അതിനെ നാം എന്നും എതിർക്കുകയും അവയെ അപലപിക്കുകയും ചെയ്യുന്ന നിലപാട് നമ്മുടെ പണ്ഡിതന്മാരെന്നും എടുത്തിട്ടുണ്ട്. അത്തരം ആശയങ്ങളിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ദീനുൽ ഇസ്ലാമിൻ്റെ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ലോകത്ത് മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നതും അതിനു തന്നെയാണ്. മറ്റു മതത്തിൻ്റെ ആളുകളും അവരുടേതായ രീതിയിൽ മതകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവർ ജനങ്ങളെ സമാധാനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അവരുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൻ്റെ വലിയൊരു പ്രശ്നം ജനമനസ്സുകൾക്കിടയിൽ വലിയ വെറുപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമനുഭവിക്കുന്നത് അവരാണ് നമ്മളെല്ലാം. ഏകാധിപത്യത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് ഭരണകൂട ഭീകരതയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കേണ്ടത് എന്നത്. അതിലൂടെ വലിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്കാരൻ അനുഭവിക്കുന്നത്, ഏത് മതക്കാരനും. പക്ഷെ ജനാധിപത്യത്തിന് ഇന്ന് രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും പേരിലുള്ള ആശയങ്ങൾ മുന്നിൽ വെച്ച് അതിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടത്തി അതിലൂടെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെയുള്ളൊരു ജനാധിപത്യമാണ് പണ്ടുകാലത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ജനാധിപത്യ സ്വഭാവത്തിൽ അധികാരം നേടിയെടുക്കുന്നതിന് അതിശക്തമായ ക്യാമ്പയിനുകളിൽ എൻ്റെ ആളുകളെ എങ്ങനെയാണ് ജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തുക എന്നതിനു വേണ്ടി ട്രെൻഡുകൾ സൃഷ്ടിച്ച് കൂടെ നിർത്തുമ്പോൾ മറ്റുള്ളവരെ ശത്രുവായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ കരുവാക്കി നിർത്തിക്കൊണ്ട് ഉള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിലൂടെ മനുഷ്യ മനസ്സുകളെ അകറ്റുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലിയായി മാറിയിട്ടുണ്ട്. ജനാധിപത്യം സമാധാനത്തിനു വേണ്ടിയാകണം. അതിനുവേണ്ടി ജനങ്ങളെ സ്നേഹത്തോടെ നിർത്തി രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടിയുള്ള ആശയങ്ങളിൽ എവിടെ നിൽക്കണം എന്നന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യം മാറേണ്ടതുണ്ട്. എന്തായാലും കേരളക്കാരായ ആളുകൾ, ടൂറിസ്റ്റുകൾ അവിടെ മരിച്ചിട്ടുണ്ട്. ഏത് നാട്ടുകാരനായാലും അവർ മനുഷ്യർ തന്നെയാണ്. അവരേത് മതത്തിൻ്റെ ആളുകളായാലും അവർ മനുഷ്യർ തന്നെയാണ്. എന്തായിരിക്കും സ്വന്തം പിതാവിൻ്റെ ശരീരത്തിൽ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കുമ്പോൾ ഒരു മക്കളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നാം കാണാം. കൊച്ചിയിലെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മകൾ ഇന്നലെ പറഞ്ഞത് കശ്മീരിലെ 2 കാര്യമാണ് ഇന്നലെ കശ്മീരിലെ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നത്. ഒന്ന്, മതം ചോദിച്ച് ആണ് വെടിവെച്ചത് എന്നുള്ളൊരാശയം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, കശ്മീരികൾ എന്തു പറയുമ്പോഴും കശ്മീരികളെ ചാപ്പകുത്തുന്നതിൽ നിന്ന് വലിയൊരു മോചനവും ഉണ്ടായിട്ടുണ്ട്. കശ്മീരിലെ ജനങ്ങൾ മുഴുവനും തെരുവിലിറങ്ങുകയും ഈ തീവ്രവാദ സംഭവത്തിനെതിരെ അവർ ഹർത്താൽ നയിക്കുകയും അവർക്കെതിരിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും മരിച്ചു വീണവരെയും അവരുടെ ആശ്രിതരെയുമൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ജീവനൊടുക്കാൻ, തോക്ക് പിടിച്ചു വാങ്ങാൻ കശ്മീറുകാരൻ മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ സ്വന്തം വീടുകളിൽ കൊണ്ടുപോയി സംരക്ഷിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും സഹായിക്കുകയും രക്ഷാസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം എത്ര പലതരത്തിലുള്ള വെറുപ്പിൻ്റെ ആശയങ്ങളാണ് ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്ത് തൗബയിലെ 5-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം വല്ലാതെ വ്യാപകമായി കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ബഹുദൈവാരാധകരെ എവിടെ കണ്ടാലും നിങ്ങൾ കൊല്ലണം, അവർക്ക് വേണ്ടി നിങ്ങൾ പതിയിരിക്കണം, അവരെ വളഞ്ഞാക്രമിക്കണം എന്ന് പറയുന്ന ആയത്ത്. മുമ്പൊരിക്കൽ ഞാൻ ആ കാര്യം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഗൾഫിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴുണ്ടായ ഒരു അനുഭവം.
തൊട്ടടുത്ത ആയത്തിൽ എന്താണ് പറയുന്നത് എന്നുകൂടെ നോക്കുന്നവൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു ആയത്ത് മാത്രം കണ്ടുകൊണ്ട് ഇത് ലോകത്തുള്ള അമുസ്ലിങ്ങളെയും കൊല്ലാൻ വേണ്ടി എല്ലാ മുസ്ലിങ്ങളോടും ആഹ്വാനം ചെയ്യുകയാണ് എന്ന് പിന്നെ എങ്ങനെ മുസ്ലിം അടങ്ങിയിരിക്കും എന്നാണ് ഈ ആശയം പ്രചരിപ്പിക്കുന്നവർ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനില്ലേ എന്ന് ചോദിച്ചവനോട് തൊട്ടടുത്ത ആയത്ത് കൂടെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെടുകയാണ്. വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിറുഹു. ഏതെങ്കിലും അവിശ്വാസികളായ ആളുകൾ നിന്നോട് അഭയം തേടിയാൽ അവന് അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മന. വേദവാക്യങ്ങൾ കേൾക്കാൻ പോലും അവസരം ചെയ്തു കൊടുക്കണം. നിർഭയമായ സ്ഥാനത്തെ അവരെ എത്തിച്ചു കൊടുക്കണം. ഞാൻ പറയുന്നു, കശ്മീരിലെ മുസ്ലിംകൾ അവിടെയുണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെയും മുറിവേറ്റവരെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് അഭയം കൊടുത്തതും അതിനുശേഷം അവരെ നിർഭയസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുത്തതും ഈ തൗബ സൂറത്തിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ യുദ്ധഭൂമികയിൽ നിൽക്കുമ്പോൾ കമാൻഡർ യുദ്ധത്തിലേർപ്പെട്ട കമ്പനിയോട് പറയുകയാണ്, പാകിസ്ഥാനിയെ കണ്ടാൽ അല്ലെങ്കിൽ ചൈനക്കാരനെ കണ്ടാൽ വെടിവെക്കണം, അവരെ നോക്കി നിൽക്കണം, പതിയിരിക്കണം എന്നു പറയുന്ന സന്ദർഭത്തിലുള്ള ആയത്തുകളെ സാർവലൗകികമായും സർവകാലത്തേക്കുള്ളതായും ചിത്രീകരിച്ച് മുറിച്ചെടുത്ത് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി, തീവ്രവാദമുണ്ടാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം കരുതിയിരിക്കണം, മതത്തിൻ്റെ പേരിൽ വിഘടിക്കരുത്, രാഷ്ട്രത്തിൻ്റെ പേരിൽ വിഘടിക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. മനുഷ്യർക്ക് ദ്രോഹപരമായ ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ നമുക്കെതിരെയുള്ള, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള വല്ല നീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെ നിൽക്കുന്നതിൽ നമ്മുടെ നാടിൻ്റെ മക്കൾ എല്ലാം ഒറ്റക്കെട്ടായിരിക്കണം. മുസ്ലിം സമൂഹം ഇവിടെ കാണിച്ചിട്ടുള്ളത് അതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം എന്ന് ചിലർ മുറവിളി കൂട്ടിയപ്പോൾ അത് മറ്റു ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളായിരുന്നു എന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് എല്ലാവരും പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പോകൂ, അമുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഉലമാക്കൾ ഒരൊറ്റ ശബ്ദത്തിൽ പറഞ്ഞു, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്, നമ്മൾ എങ്ങോട്ടും പോകരുത്, നാം ഇന്ത്യയോടൊപ്പം നിൽക്കണം. ആ ഒരു നിലപാട് തന്നെയാണ് നമുക്കെക്കാലത്തുമുള്ളത്. ഏതെങ്കിലും നാട്ടിൽ നടന്ന അക്രമങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള വ്യക്തികളാണെങ്കിൽ ആ മതത്തിൽപ്പെട്ടവരെയും ആ ജാതിയിൽപ്പെട്ടവരെയും മുഴുവനും ശത്രുക്കളായി കാണുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാതെ ഏകോദര സഹോദരന്മാരായി മനുഷ്യനെ കണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ ആളുകളുടെ ആശ്രിതർക്കും കുടുംബങ്ങൾക്കും നമ്മൾ അനുശോചനം നേരുന്നു. ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അക്രമികൾ ആരായാലും അവരെ പിടികൂടുകയും അവരെ ലോകത്തിനു മുന്നിൽ പ്രദർശിക്കപ്പെടുകയും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സമൂഹത്തെയും ലോകത്ത് മുഴുവൻ മനുഷ്യരെയും കാത്തുരക്ഷിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.